അച്ഛൻ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വലിയ നോമ്പ് കാലം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായി നാം നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു വലിയ കാലഘട്ടമാണ്. ഈ സമയം നാം ഓരോരുത്തരും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. ഇന്ന് നോമ്പിന്റെ 34-ാം ദിവസത്തിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. എന്നുള്ളതാണ് അതിനെ അടിസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിവിധ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 10-ന്റെ 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും. സത്യം, എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നേരെ നീരസപ്പെട്ടു. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതിയായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളാകുവാൻ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷകനാകണം. നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ ആലയത്തിൽ നിന്റെ മക്കളായ അടിയങ്ങൾക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം അങ്ങോരേക്ക് തന്ന ഈ സമയത്തെ ഓർത്ത് അവകാശത്തോർത്തുകൊണ്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതാ. നിന്റെ വചനവുമായി എൻ്റെ അടുത്ത് വരുമ്പോൾ അടിയന്റെ വാക്കുകൾ നിനക്ക് ഹിതമുള്ളതായിരിക്കാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. കർത്താവെ, നിന്റെ വചനം കേൾക്കുന്ന ഈ മക്കളുടെ ഹൃദയങ്ങൾ നീ അറിയുന്നുവല്ലോ. പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും കർത്താവ് നെടുവീർപ്പോടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ സമാധാനവും സന്തോഷത്തോടും കൂടെ കടന്നു പോകാനുള്ള കൃപ അവിടെ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും വേണ്ടി വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുടെ ഉത്തരമരണമേ സ്വർഗീയ പിതാവേ, ആമേൻ. ക്രിസ്തീയ ജീവിതത്തിന്റെ നന്മയും യഥാർത്ഥാർത്ഥവും നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രധാന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. സാധാരണ മനുഷ്യരുടെ ചിന്തയും ക്രിസ്തുവിന്റെ ഉപദേശവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യർ സാധാരണയായി സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങൾക്കും വലിയവരാകുന്നതിലേക്കും ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളെക്കാൾ തൻ്റെ മുന്നിലിരിക്കുന്നവനേക്കാൾ വലിയവനായി തീരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അതിന് എതിരെയായിട്ടാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം മഹത്വത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ വഴിയല്ല, അത് ക്രൂശിന്റെയും ശുശ്രൂഷയുടെയും വഴിയാണ് എന്നാണ്. നാം കേട്ട വചനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരാം. യെരുശലേമിലുള്ള യാത്രയിൽ കർത്താവായ യേശു ക്രിസ്തു തനിക്ക് നേരിടുവാനിരിക്കുന്ന ക്രൂശീകരണത്തെ പറ്റിയും പീഡാനുഭവത്തെ പറ്റിയും പുനരുത്ഥാനത്തെയും പറ്റിയും തൻ്റെ ഒപ്പമുള്ളവരോട് വിവരിക്കുകയാണ്. ആ സമയത്ത് സെബദി മക്കളായ യാക്കോബ് യോഹന്നാനും അവരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു അപേക്ഷ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുകയാണ്. അത് ഇപ്രകാരമായിരുന്നു: നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ അപേക്ഷ. അതിന് മറുപടിയായി കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ചോദ്യം നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമാണ്. നാം എപ്പോഴും സ്ഥാനമാനങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്:
ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇതൊരു സാധാരണ ചോദ്യമല്ല, ശിക്ഷത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു വിളിയാണ്. പാനപാത്രം എന്നത് വേദനയുടെയും ത്യാഗത്തിന്റെയും ദൈവഹിതത്തിലേക്കുള്ള ഒരു സമർപ്പണത്തിന്റെയും പ്രതീകമാകുമ്പോൾ, സ്നാനം എന്നത് ക്രൂശിന്റെ വഴിയാണ്. സ്വാർത്ഥത അവിടെ മരിക്കുന്നു, ദൈവത്തിനായി ജീവിക്കപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷ ജീവിതമാണ്. മൗത്തീകരണം ഒരു എളുപ്പ വഴിയല്ല എന്നാണ് ക്രിസ്തീയ ജീവിതം പറയുന്നത്. ക്രിസ്തുവിന്റെ ജീവിതം നമ്മളെ കാട്ടിത്തരുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു മാതൃകയാണ്. പഴയകാല നിയമം അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് തന്നെ എതിർക്കുന്നവനെ സ്നേഹിക്കുവാനും, തൻ്റെ അയൽക്കാരന് വേണ്ടി കരുതുവാനും, തൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ആണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. എന്തിനേറെ പറയുന്നു, തൻ്റെ ശിഷ്യനായ യൂദ, തന്നെ വഞ്ചിക്കുവാൻ ഒരുങ്ങുന്ന യൂദയോട് പോലും ക്ഷമിക്കുവാൻ കാണിച്ച ഒരു മനസ്ഥിതി അവനുണ്ടായിരുന്നു. തൻ്റെ വിലാപ്പുറത്ത് കുത്തിയവനോടും തനിക്ക് കയ്പുവെള്ളം നൽകിയവനോടും ഓർത്ത ദൈവത്തോട് അവൻ പറഞ്ഞ ഇപ്രകാരമാണ്: ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത്. ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു മുഴുവൻ ശുശ്രൂഷയായിട്ട് സമർപ്പിച്ചു. അവൻ മഹത്വം തേടിപ്പോയവനല്ല, മറിച്ച് മറ്റുള്ളവരെ ഉയർത്തുവാനായി, രോഗികളെ സാന്ത്വനിപ്പിക്കാനായി, പാപികളെ രക്ഷിക്കാനുമായി തൻ്റെ ശക്തി, സമയം, ജീവിതം മുഴുവനായി സമർപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 43 പറയുന്നു: നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങൾ ശുശ്രൂഷകനാകണം, നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദാസനാകണം. നാം ആകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ശുശ്രൂഷകരാകണം, ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദാസനാകണം. ദൈവരാജ്യത്തിൽ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ താഴേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവരെ സേവിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ പാതകൾ എപ്രകാരമുള്ളതാണ്? ദൈവഹിതത്തിന് അനുസരിച്ചിട്ടുള്ളതാണോ? യേശുവിന്റെ ജീവിതം വളരെ വലിയൊരു ഉദാഹരണമാണ്. അവൻ രാജാവായിരുന്നിട്ടും ദാസനായി തീർന്നു. തൻ്റെ ക്രൂശാൽ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രൂശിലെ ജീവിതമാണ്. സ്വാർത്ഥതയും അഭിമാനവും മരിപ്പിക്കുന്ന ഒരു ജീവിതം, ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം. ദൈവവചനം നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുന്നത് ക്രൂശ് വഹിക്കാതെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. ക്രൂശ് എന്നത് വേദനയുടെയും ത്യാഗത്തിന്റെയും അടയാളം മാത്രമല്ല, വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളം കൂടിയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ സ്വഭാവങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വാർത്ഥതകളെയും ക്രൂശിൽ സമർപ്പിക്കുമ്പോൾ, ക്രൂശിലെ സ്നേഹത്തിൽ കഴുകുമ്പോൾ, ക്രൂശിൽ സ്നാനം കഴിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായി മാറുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം: ഞാൻ ക്രിസ്തുവിന്റെ വഴി സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ശുശ്രൂഷ ജീവിതമാണോ എന്നാണ്. ക്രിസ്തീയ ജീവിതം ലോകത്തിന്റെ വഴിക്ക് വിരുദ്ധമായ വഴിയാണ്. അത് താഴ്ന്ന വഴിയാണ്, സേവകരുടെ വഴിയാണ് ക്രൂശിലെ വഴി എന്ന് പറയുന്നത്. എന്നാൽ ഇത് യഥാർത്ഥമായും നിത്യജീവനിലേക്കുള്ള ഒരു വഴി തന്നെയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45 പറയുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലേക്ക് കൊടുപ്പാനുമായി വന്നത്. ക്രൂശിലെ സ്നാനം നമ്മോട് പറയുന്നത് മൗത്തത്തിലേക്കുള്ള പോകുന്ന വഴി ക്രൂശിലൂടെ തന്നെയാണ്. യേശു ആദ്യം ക്രൂശ് സഹിച്ചു, പിന്നെ മഹത്വീകരിക്കപ്പെട്ടു. അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിരസിക്കപ്പെട്ടേക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, ക്ഷീണം അനുഭവിക്കപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിന്റെ വഴി ഇതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു പേരിലോ മതത്തിലോ ഒതുങ്ങുന്നതല്ല, അതൊരു ശിഷ്യത്വമാണ്. ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് ഗുരുവിനെ പിന്തുടരുന്നവനാണ്. നാം വായിച്ച വേദഭാഗം പറയുന്നത് നിങ്ങൾ വലുതാകുവാൻ ആഗ്രഹിക്കുന്നവൻ സേവകനാകട്ടെ എന്നാണ്. വലുതാകുന്ന വഴി എപ്പോഴും ചെറുതാണ്.
ക്രിസ്തുവിന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉയരങ്ങളിലേക്കുള്ള വഴി എന്ന് പറയുന്നത് താഴ്മയുടെ വഴിയാണ്, മഹത്വത്തിലേക്കുള്ള വഴി ക്രൂശാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ അവയെ വെറും ദുഃഖങ്ങളായി മാത്രം കാണാതെ ക്രൂശിലെ സ്നാനമായി കാണുവാനായിട്ട് നാം പഠിക്കണം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനയും ക്രൂശും വെറും കഷ്ടമായിട്ടല്ല കണ്ടത്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വഴികളായിട്ടാണ് കണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന വേദനകളും ദുഃഖങ്ങളും അത് നമ്മെ തകർക്കുവാനായിട്ടല്ല, മറിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും ആത്മീയ വളർച്ചയ്ക്കും ഉതകുന്നതായി തീരുന്നു എന്നുള്ള അവസരങ്ങളാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ക്രൂശിലെ സ്നാനം എന്നത് വേദനയിൽ മുങ്ങിപ്പോകുന്നതല്ല, മറിച്ച് വേദനയിലൂടെ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് അറിഞ്ഞ് ജീവിക്കലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനയും പ്രയാസവും വരുമ്പോൾ നാം ചിന്തിക്കുന്നത് ഇപ്രകാരമായിരിക്കും: എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ക്രിസ്തുവിന്റെ വഴിയെയാണ് നാം പോകുന്നതെങ്കിൽ നാം ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ്: ഇത് ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള വഴിയാണ്. പ്രയാസങ്ങളിൽ നിന്ന് ഓടിപ്പോകാതെ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുവാനായിട്ടാണ് നാം തയ്യാറാവേണ്ടത്. പ്രശ്നങ്ങൾ വന്നാൽ നാം പലപ്പോഴും തകർന്നു പോകാറുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എപ്രകാരമുള്ളവരായിരുന്നു? നാം വായിച്ചു കേട്ട വചനത്തില് യാക്കോബും യോഹന്നാനും കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്ന, കർത്താവായ യേശുക്രിസ്തു ചോദിക്കുമ്പോൾ, ഞാൻ കുടിച്ച പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കഴിയും എന്നാണ് അവർ മറുപടി നൽകുന്നത്. ആ സമയത്ത് അവർ അർത്ഥം ഉൾക്കൊണ്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ അവസാനം എത്തുമ്പോൾ എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തു കുടിച്ച അതേപോലെ തന്നെയുള്ള പാനപാത്രം അവരുടെ കുടിക്കേണ്ടി വന്നു, ആ നിന്ന അനുഭവിക്കേണ്ടി വന്നു. ആ ക്രൂശീകരണം എന്താണ്? ആ കർത്താവായ യേശുക്രിസ്തുവിൽ അവരെ തന്നെ കർത്താവ് കാണിച്ചു കൊടുത്ത മാതൃക തന്നെ അവർ പിന്തുടരുകയാണ് ചെയ്തത്. ക്രിസ്ത്യാനിയായ നാം ഓരോരുത്തരും അവനിലാണ് ആശ്രയിക്കേണ്ടത്. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നാം ഓർക്കേണ്ടത്, വേദന നിറയുന്ന സമയങ്ങളിൽ വേദന കൊണ്ട് നാം നെടുവീർപ്പെടുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: ഇത് കഴിഞ്ഞും ഒരു ഉയർപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇപ്രകാരമാണ്: കർത്താവേ, നീ കുടിച്ച പാനപാത്രം എനിക്ക് കുടിക്കുവാനുള്ള ധൈര്യവും നീ ഏറ്റെടുത്ത സ്നാനം ഏറ്റെടുക്കുവാനുള്ള ശക്തിയും തരണമേ എന്നാണ് നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഈ ആപത്തുകൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണമേ, എന്നിൽ നിന്നും പോകണമേ എന്നാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ഒന്ന് തിരുത്താം: ദൈവമേ, ഞാൻ നേരിടുന്ന പ്രയാസവും ബുദ്ധിമുട്ടും സഹിപ്പാനുള്ള അത് എൻ്റെ നിന്നിലേക്ക് അടുക്കുവാനുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗലാത്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായം 14 പറയുന്നു: എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമുക്ക് ക്രൂശാണ് നമ്മുടെ പ്രശംസ എന്ന് പറയുന്നത്. ക്രൂശിലെ സ്നേഹം നമുക്ക് രക്ഷ നൽകി തരുന്നതാണ്. ക്രൂശിലെ സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയാണ്, നമ്മുടെ അംഗീകാരമാണ്, നമ്മുടെ ശുദ്ധീകരണമാണ്, പാപത്തിൽ നിന്നുള്ള നമ്മുടെ മോചനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ നോമ്പുകാലം നമ്മുടെ പാപങ്ങളെയൊക്കെയും ആ ക്രൂശിലെ സ്നേഹത്തില് നമുക്ക് മുക്കിക്കളയാം. പുതിയ സൃഷ്ടിയായി നമുക്ക് ഓരോരുത്തർക്കും തീരുവാനായി നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.